ദൈവം മോശയോട് ഇപ്രകാരം അരുളി ചെയ്തു: ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രാഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. നിങ്ങൾ എന്റെ കൽപ്പനകൾ അനുസരിച്ചാൽ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എന്റെ ജനവുമായിരിക്കും. ആ ഉടമ്പടിയുടെ നിബന്ധനകളായി ദൈവം മോശ വഴി തന്റെ ജനതയ്ക്ക് 10 പ്രമാണങ്ങൾ നൽകി. വിഗ്രഹാരാധനയും സാമൂഹ്യ തിന്മകളും വഴി കർത്താവിന്റെ ജനവും അവരുടെ രാജാക്കന്മാരും പുരോഹിതരും ദൈവത്തെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ തന്റെ ജനത്തെ പാപത്തിൽ നിന്നും ശാശ്വതമായി രക്ഷിക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. അതിനുവേണ്ടി അവിടുന്ന് പ്രവാചകന്മാരെ അയച്ച് അവിടുത്തെ സ്വപുത്രനെ ഭൂമിയിലേക്ക് അയക്കാൻ വേദി ഒരുക്കി. കർത്താവ് ഏശയ്യാ പ്രവാചകനിലൂടെ തന്റെ ജനതയോട് സംസാരിച്ചു: കർത്താവ് നിനക്ക് ഒരടയാളം തരും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. സക്കറിയ പ്രവാചകൻ. ഭൂമിയുടെ അതിർത്തി വരെയുമായിരിക്കും. ഞാൻ പാപത്തിൽ നിന്നും രക്ഷിക്കും. ഏകദേശം 2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് ജെറുസലേമിലെ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദൈവത്തിന് വേണ്ടി മാത്രം ജീവിതം സമർപ്പിച്ച് ഒരു കന്യക ജീവിച്ചിരുന്നു. അവളെ തന്റെ ഏകജാതന്റെ അമ്മയായി അവിടുന്ന് തിരഞ്ഞെടുത്തു. ഈ മംഗളവാർത്ത അറിയിക്കാൻ ഗബ്രിയേൽ മാലാഖയെ ദൈവം മറിയത്തിന്റെ പക്കലേക്ക് അയച്ചു. ദൈവകൃപ നിറഞ്ഞവളെ, കർത്താവ് നിന്നോടുകൂടെ. തന്റെ വചനം കേട്ട് ഭയചകിതയായി നിൽക്കുന്ന മറിയത്തെ കണ്ട് ദൂതൻ വീണ്ടും പറഞ്ഞു: മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവന് നീ യേശു എന്ന് പേരിടും. അവൻ വലിയവൻ, അത്യുന്നതൻ എന്ന് വിളിക്കപ്പെടും. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ആകയാൽ ജനിക്കാൻ പോകുന്ന ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം എന്നും നിറവേറട്ടെ.
ജനിക്കുന്നതിന് മുൻപ് മറിയം ഗർഭിണിയായി കാണപ്പെട്ടതിനാൽ ജോസഫ് മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ജോസഫ് ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. അക്കാലത്ത് റോമൻ സാമ്രാജ്യത്തിലുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കണമെന്ന് അഗസ്റ്റസ് സീസറിൽ നിന്നും കൽപ്പന പുറപ്പെട്ടു. അറിയിക്കുന്ന വിളംബരം. സാമ്രാജ്യവാസിയും അവരവരുടെ പേരെത്തിക്കുവാനായി തങ്ങളുടെ ജന്മസ്ഥലത്ത് പോകേണ്ടതാണ്. അവർ കർശനമായ ശിക്ഷയ്ക്ക് അർഹരായിരിക്കും.